ഭിന്നശേഷിക്കാരനായ സ്ഥാപന ഉടമയ്ക്ക് നേരെ തുടർച്ചയായ അതിക്രമങ്ങൾ. അടിയന്തര പോലീസ് നടപടി ആവശ്യപ്പെട്ട് പരാതി. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഹൈടെക് ഡിജിറ്റൽ സ്ഥാപനത്തിന്റെ ഉടമയായ ഭിന്നശേഷിക്കാരനായ 51 വയസ്സുള്ള ജോസഫിന് നേരെ നിരന്തരമായ അതിക്രമങ്ങൾ നടക്കുന്നതായി പരാതി. അനിൽ ജോസഫിനെ മർദ്ദിക്കുകയും സ്ഥാപനത്തിന്റെ ബോർഡ് നശിപ്പിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടും അനിൽ തുടർച്ചയായ സ്ഥാപനത്തിന്റെ ബോർഡ് നശിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. ശ്രീനിവാസ് ബിൽഡിംഗിന്റെ മതിലിൽ സ്ഥാപിച്ചിരുന്ന ജോസഫിന്റെ സ്ഥാപനത്തിന്റെ ബോർഡിലെ അക്ഷരങ്ങൾ മാഞ്ഞുപോയതിനാൽ ബോർഡ് പുതുക്കി സ്ഥാപിക്കുന്നതിനിടെയാണ് ആദ്യ സംഭവം ഉണ്ടാകുന്നത്. ഏപ്രിൽ 27 വൈകുന്നേരം 6:40 അനിൽ എന്ന വ്യക്തി ആക്രോശിക്കുകയും അസഭ്യം പറയുകയും ജോസഫിന്റെ നെഞ്ചിൽ ഇടിക്കുകയും ശാരീരികമായി മർദ്ദിക്കുകയും തള്ളുകയും ചെയ്തു. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയും ഉണ്ടായി. പിന്നീട് സ്ഥാപിച്ച ബോർഡ് ഏപ്രിൽ 30 രാവിലെ അനിലും കൂട്ടാളികളും ചേർന്ന് വലിച്ചുകീറി നശിപ്പിച്ചു. മെയ് 8 മൂന്നാം തവണയും ബോർഡ് നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ വീണ്ടും നേരിട്ടെത്തി പരാതി ബോധിപ്പിച്ചു. അപ്പോൾ ബോർഡ് വീണ്ടും സ്ഥാപിക്കാൻ പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാവിലെ 4ാം തവണയും സ്ഥാപനത്തിന്റെ ബോർഡ് നശിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയ ജോസഫ് സഹായത്തിനായി 112 വിളിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എഫ്ഐആർ പ്രകാരമുള്ള അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി അനിൽ എന്നയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സ്ഥാപനത്തിനും ഉടമയ്ക്കും ആവശ്യമായ പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും ഭിന്നശേഷിക്കാരനായ താൻ നിരന്തരമായി അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ഈ വിഷയത്തിൽ ഉടൻ നീതി ലഭ്യമാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൽ നിന്നോ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിലെ തന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ കേരള മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്.